ഇപ്പോൾ ഈ സ്ഥലം മാറ്റം അതുപോലുള്ള പ്രശ്നങ്ങൾ അടിയന്തര നടപടി ഗവൺമെന്റ് ഇക്കാര്യത്തിൽ സ്വീകരിക്കണം. ഇപ്പം ചിലരുടെ നിർബന്ധത്തിന് വഴങ്ങിയിട്ടാണ് ഈ സ്ഥലമാറ്റങ്ങളെല്ലാം നടക്കുക. അത് കേരളത്തിൽ ഒരു സുഗമമായ ഭരണത്തിന് സഹായകരമല്ല. നിരവധി ആളുകൾ അങ്ങേയറ്റത്തെ പീഡനത്തിനിരയാകുന്നുണ്ട്. അത് അടിയന്തരമായി തിരുത്തുന്നതിനാവശ്യമായിട്ടുള്ള നിലപാട് സ്വീകരിക്കണം. അത് തിരുത്താൻ തയ്യാറാകുന്നില്ലെങ്കിൽ വരാനിരിക്കുന്ന മാസങ്ങളിൽ കേരളം അതിശക്തമായി മുമ്പോട്ട് പോകും. ഇപ്പോ കേരളത്തിൽ 38 വാർഡുകളിലേക്ക് ഉപതെരഞ്ഞെടുപ്പ് നടത്താൻ പോവുകയാണ്. 38 വാർഡുകളിലേക്ക് അതിൽ കോർപ്പറേഷനുണ്ട്, മുനിസിപ്പാലിറ്റി ഉണ്ട്, പഞ്ചായത്തുണ്ട്, ബ്ലോക്ക് പഞ്ചായത്തുണ്ട്, ജില്ലാ പഞ്ചായത്തുണ്ട്. ഇങ്ങനെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വിവിധ മേഖലകളിലാണ് 38 വാർഡുകളിൽ ഉപതെരഞ്ഞെടുപ്പുകൾ നടക്കാൻ പോകുന്നത്. ആ ഉപതെരഞ്ഞെടുപ്പുകളിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നല്ല യോജിപ്പോടുകൂടി അതിശക്തമായ പ്രവർത്തനം കാഴ്ചവെക്കുന്നതിനു വേണ്ടിയുള്ള പദ്ധതികളും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആവിഷ്കരിച്ചിട്ടുണ്ട്. വരാനിരിക്കുന്ന ഈ സാഹചര്യത്തെ അഭിമുഖീകരിക്കത്തക്ക നിലയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംഘടനാപരമായി ശക്തിപ്പെടുത്തുന്നതിനുള്ള നിലപാടുകളും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇന്ന് യോഗം ചർച്ച നടത്തി തീരുമാനമെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് നിങ്ങളെ അറിയിക്കാനുള്ളത്. എന്താ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഇപ്പോ കേരളത്തിലെ ഗവൺമെന്റ് അധികാരത്തിൽ വന്നിട്ട് 3 മാസം തികയുന്നുള്ളൂ. പറഞ്ഞില്ല, ആഗസ്റ്റ് 18-ന് 3 മാസം തികയുള്ളൂ. അതൊരു ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ സമയമൊന്നുമല്ല. പക്ഷേ ഈ 3 മാസം കൊണ്ട് കേരളത്തിലെ ഗവൺമെന്റ് എങ്ങനെയാണ് മുമ്പോട്ട് പോകുന്നത് എന്നുള്ളത് ജനങ്ങൾക്ക് മനസ്സിലാവും. ഗവൺമെന്റിന് നേതൃത്വം കൊടുക്കുന്ന ഒരു മുന്നണി ഉണ്ടല്ലോ. ഇപ്പൊ ഞാൻ പറയാം, KM ഷാജിയുടെ സ്റ്റേറ്റ്മെന്റ്, 2 തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റ് നമ്മൾ കേട്ടില്ലേ. PM ശ്രീ പദ്ധതി എന്ത് ചെയ്യണമെന്ന ഷാജി പറഞ്ഞ, കടലിൽ എടുത്തെറിയണമെന്നാണ് പറഞ്ഞത്. ഇപ്പൊ ഷാജി പറഞ്ഞെന്താ, അന്ന് ഞാൻ കടലിൽ എടുക്കണമെന്നേ പറഞ്ഞിട്ടുള്ളൂ. കടലിന്റെ അപ്പുറത്ത് അഴുക്കുചാല്, അതിനേക്കാൾ വലിയ അഴുക്കുചാല് ഉണ്ടെങ്കിൽ ആ അഴുക്കുചാലിലേക്കാണ് ഈ പദ്ധതി എടുത്തെറിയുന്നത്. ഇത് ലീഗിന്റെ സമീപനാണോ? കോൺഗ്രസിന്റെ സമീപനാണോ? കേരളത്തിൽ അവരല്ലേ ഇത് നടപ്പിലാക്കുന്നത്. അപ്പൊ എങ്ങനെയാണ് ഇതുപോലുള്ള കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് അതിന്റെ പ്രായോഗികമായ നിലപാട്? ഇതാണ് ഭരണരംഗത്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ചില പ്രവണതകൾ. അപ്പോ ഇത് ജനങ്ങൾക്ക് കൂടുതൽ ബോധ്യപ്പെടുന്ന സമയത്ത്, നിവൃത്തിയില്ലാതെ വന്ന സമയത്ത് ഇപ്പം പിരിച്ചുവിടുന്ന എത്രയോ ആളുകൾ സമരരംഗത്ത് വരുന്നുണ്ടല്ലേ. സ്ഥലമാറ്റത്തിനെതിരായി KSRTCയിൽ 21 ജീവനക്കാരെ സ്ഥലം മാറ്റി, ഹെഡ് ഓഫീസിൽ നിന്ന് മാത്രം. ആ 21 ജീവനക്കാരും ഒരു യൂണിയനിൽപ്പെട്ടവർ. അതിനകത്തുള്ള 2 പേർ INTUCയിലേക്ക് രാജിവെച്ചു പോയി. ആ 2 പേരുടെയും ട്രാൻസ്ഫർ INTUCയിലേക്ക് രാജിവെച്ചതുകൊണ്ട് റദ്ദ് ചെയ്തു കൊടുത്തു. ഇത് ശരിയാണോ? ഇതൊരു ഭരണ സംവിധാനത്തിന് ചെയ്യാൻ പറ്റുന്ന ഒരു നിലപാടാണോ? ചെയ്യുന്നത് ശരിയാണോ? ഇങ്ങനെ ജനങ്ങളുടെ മുമ്പിൽ ഈ വിഷയങ്ങൾ, ഇതുപോലുള്ള ഒട്ടനവധി പ്രശ്നങ്ങൾ ഉയർന്നു വരികയാണ്. എൻ്റെ ഒരു സ്റ്റാഫ് ഉണ്ടായിരുന്നു, ഞാൻ MLA ആയിരിക്കുന്ന സമയത്ത്. എൻ്റെ ഒരു PA ഉണ്ടായിരുന്നു. അയാൾക്ക് 5ാമത്തെ ട്രാൻസ്ഫറാണ് തുടങ്ങുന്നത്. അയാൾ അത്ര വലിയ ഒരു സജീവ പൊളിറ്റീഷ്യൻ ഒന്നല്ല. അയാളൊരു സാധാരണ സർക്കാർ ജീവനക്കാരനാണ്. അയാളിപ്പം ഡെപ്യൂട്ടി തഹസിൽദാരായിട്ട് ജോലി ചെയ്യുക. ഇവിടുന്ന് തിരുവനന്തപുരത്ത് നിന്ന് കാസർകോട്ടേക്ക് മാറ്റി, കാസർഗോഡ് നിന്ന് ഇടുക്കിക്ക് മാറ്റി, ഇടുക്കിയിൽ നിന്ന് പത്തനംതിട്ടയ്ക്ക് മാറ്റി, പത്തനംതിട്ടയിൽ നിന്ന് പാലക്കാട്ടേക്ക് മാറ്റി, പാലക്കാട്ട് നിന്ന് ഇടുക്കിയിലേക്ക് മാറ്റി. ഇതൊരു ജീവനക്കാരനാണേ, മനുഷ്യരല്ലേ അവര്. ഇതുപോലുള്ള നടപടികളാണ് സ്വീകരിക്കുന്നത്. എൻ്റെ അനുഭവത്തിലുള്ള ഞാൻ മനസ്സിലാക്കിയ ഒരു ഉദാഹരണം പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ഇങ്ങനെ ഈ ഒരു മാനസിക പിരിമുറുക്കത്തിൽ നിന്നുകൊണ്ട് ജോലി ചെയ്യാൻ പറ്റുമോ? ഇതാണ് സംഭവിക്കുന്നത്. അതിനെയാണ് നമ്മൾ എതിർക്കുന്നത്. അത് തിരുത്താൻ ഗവൺമെന്റിനോട് ആവശ്യപ്പെടുകയാണ്. അതാണ് ഈ സമയം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇത് തിരുത്തണം ഗവൺമെന്റ്. ഇങ്ങനെയല്ലല്ലോ കഴിഞ്ഞ കാലത്തെ ഭരണം, ഇങ്ങനെയല്ലല്ലോ. അപ്പോ ഇതൊരു ഗവൺമെന്റ് ഇത് തിരുത്തുന്നതിന് വേണ്ടി, ഇപ്പം കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ പ്രതികരണം കേട്ട് കഴിഞ്ഞാൽ ആർക്കാ എന്ത് നിലപാടാണ് സ്വീകരിക്കാൻ കഴിയും? എത്ര ധിക്കാരത്തോടെ അദ്ദേഹം സംസാരിക്കുന്നത്. പിന്നെ പറയുന്നതെല്ലാം
വസ്തുതാവിരുദ്ധമായിട്ടുള്ള, ഞാൻ അടുത്ത ദിവസം നമുക്കൊന്ന് ചിലപ്പോൾ ഒന്ന് കാണേണ്ടി വരും, ഞാൻ അതിൻ്റെ ഒരു പട്ടിക എടുക്കുക. അദ്ദേഹത്തിൻ്റെ നുണകളെ സംബന്ധിച്ചിടത്തോളം ലിസ്റ്റ് എടുക്കുന്നുണ്ട്. ഇല്ല എന്നല്ലേ പറയുക. എത്ര ആക്ഷേപത്തോടു കൂടിയാണ് സംസാരിക്കുന്നത്. കേരളത്തിന്റെ ഒരു ആരോഗ്യമന്ത്രി ആരോഗ്യ മേഖലയെ സംബന്ധിച്ച് സംസാരിക്കുന്നത് നിങ്ങളെല്ലാം കേൾക്കുന്നില്ലേ? ഭരണാധികാരിക്ക് ചേർന്ന് ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അവരെ അപഹസിക്കുക, അവരെ അങ്ങേയറ്റം അപമാനിക്കുക, പരിഹസിക്കുക. ഇതൊരു ഭരണാധികാരി ചെയ്യേണ്ട കാര്യമാണ്? ഭരണാധികാരികളുടെ മുമ്പാകെ ഇഷ്ടമുള്ളതും ഇല്ലാത്തതൊക്കെ ആളുകൾ പറഞ്ഞെന്ന് വരും. അവരോട് അങ്ങനെയാണോ പ്രതികരിക്കേണ്ടത്? ഇത് നടക്കുകയാണ് കേരളത്തിൽ. അത് തിരുത്തണമെന്ന് അവരോട് പറയുകയാണ്. ഈ ജനവിരുദ്ധ നിലപാടിൽ നിങ്ങൾ മാറണം എന്നവരോട് പറയുകയാണ്. അത് മാറുന്നില്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞതുപോലെ എന്താണെന്നുള്ളത് നമുക്ക് ആലോചിക്കാം. അത് ഞങ്ങൾ അടുത്ത മാസം യോഗം ചേരുന്നുണ്ട്. ആ യോഗത്തിൽ ഈ സാഹചര്യങ്ങളെല്ലാം പരിശോധിച്ച് തുടർന്ന് എന്ത് നിലപാട് സ്വീകരിക്കണം എന്നുള്ളത് ഞങ്ങൾ പരിശോധിച്ച് തീരുമാനമുണ്ടാകും. കഴിഞ്ഞ ഒരാഴ്ചക്കധികമായി മുഖ്യമന്ത്രി വി.ഡി. സതീശനെതിരെ വന്ന വാർത്തകൾ, ചില വാർത്തകൾ ബോധപൂർവം തന്നെ സോഷ്യൽ മീഡിയയിൽ നിന്ന് മാറ്റിയിട്ടുണ്ടായിരുന്നു. അത് മുഖ്യമന്ത്രിയോട് തന്നെ ചോദിച്ചപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞത് അത് തന്റെ അറിവോടുകൂടിയല്ല, താൻ അങ്ങനെ ഔദ്യോഗികമായി പരാതിയൊന്നും കൊടുത്തിട്ടില്ല, അല്ലാതെ തന്നെ മെറ്റയുടെ സംവിധാനം അനുസരിച്ച് മാറ്റുന്നതായും താനും പരാതി കൊടുക്കാൻ തയ്യാറാണ്. പക്ഷെ ഇപ്പോ അത് ഔദ്യോഗികമായി തന്നെ ചാനലുകൾക്ക് വിശദീകരണം ലഭിച്ചിട്ടുണ്ട്. ഇത് ഔദ്യോഗികമായി ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ മെറ്റ മാറ്റിയതാണ്. മുഖ്യമന്ത്രി പറഞ്ഞത് വസ്തുതാവിരുദ്ധമാണ് എന്നതാണ് രേഖകൾ പുറത്തുവരുന്നത്. നമുക്ക് നോക്കാം, നമുക്ക് എല്ലാവർക്കും പരിശോധിക്കാമല്ലോ. സതീശൻ മുഖ്യമന്ത്രി, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞ കാര്യങ്ങൾ ഇവിടെ നമ്മൾ നാടിന്റെ മുമ്പിലുണ്ടല്ലോ, മാധ്യമ പ്രവർത്തകരുടെ മുമ്പിലുണ്ടല്ലോ. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ പത്രങ്ങളിലൊക്കെ അടിച്ചു വന്നിട്ടുണ്ടല്ലോ, ചാനലുകളിലെല്ലാം പ്രസിദ്ധീകരിച്ചിട്ടുണ്ടല്ലോ. അതെല്ലാം വെച്ച് നമുക്ക് പരിശോധിക്കാം. അതിൽ വസ്തുതാവിരുദ്ധമായിട്ടുണ്ടെങ്കിൽ അത് നിഷേധിക്കണം. വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ പറയാൻ പാടില്ല, ആരെ പറ്റിയാലും പറയാൻ പാടില്ല. നമുക്ക് പരിശോധിക്കാം എത്രത്തോളം ഉണ്ട് എന്നുള്ളത്. വരുന്നുണ്ടോ? അല്ലല്ല, എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവിടെ NCP-യിൽ അവർ സംഘടനാപരമായ ചില പ്രശ്നങ്ങളുണ്ട് അവരുടെ ഇടയിൽ. NCP ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ ദീർഘകാലമായി ഉറച്ചു നിന്ന് പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. പ്രത്യേകിച്ച് AK ശശിന്റെ നേതൃത്വത്തിലുള്ള കേരളത്തിലെ NCP ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോടൊപ്പം നിന്ന് അതിന്റെ ഈ മുന്നണിയുടെ ആരംഭഘട്ടം മുതൽ തന്നെ പ്രവർത്തിക്കുന്ന ആ പാർട്ടിക്കകത്ത് ചില പ്രശ്നങ്ങൾ അത് അവർ പരിഹരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അപ്പോ അവരെ ഒഴിവാക്കിക്കൊണ്ട് NCP-യുടെ ഒരു പുതിയ നേതൃത്വം അവിടെ വന്നു. അവരാണ് NCP-യെ പ്രതിനിധീകരിക്കുക. ഈ പ്രശ്നവും LDF-ന്റെ മുമ്പിലാണ്. അപ്പൊ ഞങ്ങളെടുത്തൊരു നിലപാട്, കഴിഞ്ഞ കാലത്തെ ഞങ്ങളുടെ പ്രസിഡന്റും ഇപ്പോഴത്തെ അവസ്ഥയും ഇതെല്ലാം വെച്ചുകൊണ്ട് രണ്ട് വിഭാഗമുണ്ട്. ഇതിൽ വേറെയും ചില കോമ്പിനേഷന് വേണ്ടിക്കൊണ്ടുള്ള ശ്രമം നടക്കുന്നുണ്ട് കേരളത്തിൽ. ലയനങ്ങൾക്ക് വേണ്ടിയുള്ള ചില ശ്രമങ്ങൾ നടക്കുന്നുണ്ട് മറ്റു പാർട്ടികൾ. അതൊക്കെ നടന്നോട്ടെ, അതൊക്കെ സ്വാഭാവികമല്ലേ. അപ്പൊ എണ്ണം കുറയ്ക്കുന്നത് നല്ലതാണ്, പാർട്ടികളുടെ എണ്ണം കുറച്ചുകൊണ്ടുവരുന്നത് നല്ലതാണ്. അപ്പൊ അതിനൊക്കെ സഹായകരമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കാൻ തന്നെയാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഇവരുടെ ഭിന്നിപ്പിനെ ഭിന്നിച്ച് അകറ്റുന്നു പോവുക എന്നുള്ളതല്ല, ഭിന്നിപ്പ് ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള അതിന് സഹായകരമായ നിലപാടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ മറ്റു പാർട്ടികൾ പൊതുവെ ഇക്കാര്യത്തിൽ സ്വീകരിച്ചത്. അതുകൊണ്ട് ഞങ്ങൾ ഒരു പരസ്പര ആലോചനയുടെ ഭാഗമായിട്ടാണ് ഇവരെല്ലാവരെയും ഇടതുപക്ഷ ജനാധിപത്യയുടെ ഭാഗമായി നിലനിർത്തി പോകാം എന്ന നിലപാട് സ്വീകരിച്ചത്. അതും ഞങ്ങൾ പരിശോധനയിലുണ്ട്. നിങ്ങൾ വിഷമിക്കണ്ട, നമുക്കതും വളരെ വേഗത്തിൽ ആ പ്രശ്നവും നമ്മൾ പരിഹരിക്കപ്പെടും. അത് ചില ആലോചനകൾ അതിനകത്ത് നടക്കുന്നുണ്ട്. അതുകൊണ്ട് അങ്ങനത്തെ കുറവുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചൂണ്ടിക്കാണിച്ച് നമുക്ക് പരിഹരിക്കാം.